നമ്മുടെ സീതപ്പഴമാണ്. ഇതൊരു കൊച്ചു ചെടി. ഇത് വാങ്ങിച്ചു തട്ടാണ്, നേഴ്സറിയാണ് ഇത്. ഈ ചട്ടി ഞാൻ നമ്മുടെ തുണികൾ കൊണ്ട് ഉണ്ടാക്കി ചട്ടിയാണ്. ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാദ്യം ഇതിപ്പോൾ 2 വർഷമായേ ഉള്ളൂ വെച്ചിട്ട്. ആദ്യം ഉണ്ടാകണ കാ മുഴുവൻ കൊഴിഞ്ഞു പോയി, ഇലയൊക്കെ കൊഴിഞ്ഞു പോയാണ്. ഇത് രണ്ടാമത് ഞാൻ ഇറച്ചി കഴുകണ വെള്ളം, മീനിൻ്റെ വെള്ളം, അതുപോലെ പിന്നെ കോഴിക്കാഷ്ടം ഇതൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ കാ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട, ഇതിന്ന് കഴിഞ്ഞ ദിവസം മോള് വന്നപ്പോൾ 2 പഴം പറിച്ചായിരുന്നു. ഇഷ്ടം പോലെ ഇതിന് കൊള്ളാവുന്ന രീതിയിൽ. ഇതിൽ കൂടുതലൊക്കെ ഇതിൽ ചുമക്കാൻ പറ്റിയല്ലോ. അപ്പം ഇതുപോലെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യട്ടോ മക്കളെ. വീട്ടിലെ അമ്മമാരെയൊക്കെ ഓടിച്ച് വല്ലയിടത്തോട്ടൊക്കെ വിടാതെ ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് ചെയ്യുമല്ലോ. നമുക്ക് ഇടക്ക് വിശക്കുമ്പോഴൊക്കെ ഒന്ന് കടിച്ച് തിന്നാമല്ലോ. ഇത് കണ്ട, ഇതുപോലെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കടിച്ച് തിന്നുകയൊക്കെ ചെയ്യാമല്ലോ. ഞാനിങ്ങനെ ഇവിടെ ആരും പിള്ളേരൊന്നുമില്ല. അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നട്ട് ഇവിടെയൊക്കെ നടന്ന് പണി ചെയ്യും. അപ്പം എന്തെങ്കിലുമൊക്കെ പഴുത്തതൊക്കെ ഒന്ന് പറിച്ച് കടിച്ച് തിന്നും. ഇതൊക്കെയാണ് നമ്മുടെ ജോലി. അമ്മമാരെ ഒരിക്കലും എനിക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ അമ്മമാരെ ഉപേക്ഷിക്കല്ലേ മക്കളെ. അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ നിങ്ങളെ വളർത്തുന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. നാളെ എൻ്റെ വിധി എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയുകയാണ്, ഒരമ്മയെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ശരി മക്കളെ.